ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അൽബൈക്കിലെ ഗാർലിക് സോസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്. അൽബൈക്കിലെ ഗാർലിക് സോസ് കഴിച്ചവർക്കറിയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ആദ്യം 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ള. 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം കോൺഫ്ലവർ വേണമെങ്കിൽ കോൺഫ്ലവർ എടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 കപ്പ് സാദാ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും തിളച്ചിങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുന്നുണ്ട്, കുറച്ചല്ലേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് കുറുകി വരും. ഇനി നന്നായിട്ട് തിളക്കണം. തിളച്ചതിന് ശേഷം 1 മിനിറ്റൊക്കെ വീണ്ടും ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തിളച്ചതിന് ശേഷം 1 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലെല്ലാം വടിച്ചിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ പാലാണ് 1/4 കപ്പ് പാല് ചേർത്തിട്ട്, സാദാ പാലാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഗുഡ് ലൈഫ് പാലാണെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷമാണ് ഇതിലോട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ള. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാതെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ഇതിലോട്ട് ഈ ഒരു മിക്സിൽ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നാരങ്ങാ നീര് 1 നാരങ്ങ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർലിക് സോസാണ്. അൽബൈക്കിലൊക്കെ കിട്ടാറുള്ള ഗാർലിക് സോസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്കിത് കുറേ നാൾ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക. 2-3 കണ്ടെയ്നറിലാക്കിയിട്ടൊക്കെ വെക്കുക. ഫ്രിഡ്ജിൽ താഴെയും വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഫ്രീസറിൽ നിന്ന് നമുക്കിത് ആവശ്യാനുസരണം, ഇപ്പം നമുക്ക് ഇന്നേക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കഴിക്കാൻ നേരത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഓവനിൽ വെച്ച് ചൂടാക്കരുത് ഇത്. അതുപോലെ 5-10 മിനിറ്റ് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ തന്നെ റൂം ടെമ്പറേച്ചറിലായി കിട്ടും. നമ്മൾ ഓൾറെഡി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തലേന്ന് തന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് 1 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. അതുപോലെ ഗുഡ് ലൈഫ് പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിലും കുറേ നാളൊന്നും പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.